നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയുടെ ഏറ്റവും ബെസ്റ്റ് 11 അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനെ വെച്ചുണ്ടാക്കിയിട്ടുള്ള 11ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണ് ആരൊക്കെയാണ് അതിലുള്ളത് എന്ന്. ലൂയിസ് സുവാരസിനൊപ്പവും, നെയ്മർ ജൂനിയർക്കൊപ്പവും, കിലിയൻ എംബാപ്പയ്ക്കൊപ്പവും, റൊണാൾഡീഞ്ഞോക്കൊപ്പവും, ചാവിക്കൊപ്പവും, ഹിനിയേസ്റ്റയ്ക്കൊപ്പവും, എന്തിന് നമ്മുടെ സെർജിയോ റാമോസിനൊപ്പം വരെ കളിച്ചിട്ടുള്ള ആളാണല്ലോ ലയണൽ മെസ്സി. അപ്പോൾ ആരൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് 11 ഉണ്ടാവുക? ഗോൾ കീപ്പറായിട്ട് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ. നീണ്ടകാലം ബാഴ്സലോണയുടെ താരമായിരുന്ന മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗോൾ കീപ്പർ മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ. ഡിഫൻസിൽ ജെറാർഡ് പീക്കയും മഷറാനോയും. പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് ജോഡി ആൽബയും ആൽവസും. മെസ്സിയുമായിട്ട് നല്ല കെമിസ്ട്രി വർക്കൗട്ട് ചെയ്ത താരങ്ങളാണിവർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഇനിയെസ്റ്റയും ചാവിയും, ഇതിലൊന്നും ഒരു സംശയമില്ല, ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ റൊണാൾഡീഞ്ഞോ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ. പിന്നെ മുന്നേറ്റത്തിലോ കിലിയൻ എംബാപ്പെ, PSG അവർ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ, ലൂയിസ് സുവാരസ്. ഇത് മെസ്സി ഇല്ലാതെ മെസ്സിയുടെ ടീംമേറ്റ്സിനെ മാത്രം വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് 11ആണ്. സോ അപ്പോൾ അതാണ് 11. തീർച്ചയായിട്ടും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പല വമ്പൻ താരങ്ങളും പുറത്താണല്ലോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. അത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം അർജൻറ്റീനയിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള കളിക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സെർജിയോ റാമോസൊക്കെ PSG വെച്ച് അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ് സെൻറ്റർ ബാക്കായിട്ട് വരാത്തെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇതാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് 11. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.